ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നറിയാൻ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. പ്ലാന്റിൻ്റെ റേറ്റും അതോടൊപ്പം സൈസും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ദയവ് ചെയ്ത് ആരും കോൾ ചെയ്യരുത്. നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് DTDC വഴിയായിരിക്കും. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്ലാന്റ്സ് അയക്കുന്നതാണ്. പ്ലാൻസ് അയച്ച ശേഷം അതാത് വാട്സപ്പ് നമ്പറിലേക്ക് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയക്കും. അപ്പോൾ അത് ട്രാക്ക് ചെയ്ത് വേഗം തന്നെ നിങ്ങൾ പ്ലാൻസ് വാങ്ങുക. 2 ദിവസത്തിനുള്ളിൽ പ്ലാൻസ് കിട്ടിയില്ല എങ്കിൽ 2ാമത്തെ ദിവസം തന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് മുൻപായിട്ട് മെസ്സേജ് ചെയ്ത് പ്ലാൻസ് കിട്ടിയിട്ടില്ല എന്നൊന്ന് അറിയിക്കണേ. പ്ലാൻസ് കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ അൺബോക്സിങ് വീഡിയോയും ഫോട്ടോസും എടുത്ത് വയ്ക്കുക. കിട്ടുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അറിയിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷം വന്ന് പ്ലാൻസ് അതുപോലെ പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിലെത്തിയ ശേഷം എങ്ങനെയാണ് നടേണ്ടതെന്ന് അറിയില്ല എങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഞാൻ കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യുന്നതാണ്. അതിന് പകരം പ്ലാന്റ്സ് കയ്യിലെത്തിയ ഉടനെ നമ്മൾ കവറോട് കൂടി അയക്കുന്ന ചില പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ നമ്മൾ അങ്ങനെയാണ് അയക്കാറ്. അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒന്നും നിങ്ങൾ കവർ ഉടനെ തന്നെ വലിച്ചു കീറി പ്ലാന്റ് നാശമാക്കി കളയരുത്. ഓരോ പ്ലാന്റും നമ്മൾ പാക്ക് ചെയ്യുന്നത് മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ്. അപ്പോൾ അത് വെറുതെ ആക്കി കളയരുത്. നിങ്ങൾ പ്ലാന്റ്സ് നടുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ ഇനി നമുക്ക് പ്ലാന്റ്സിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരിക വള്ളിപ്പിച്ചിയാണ്. വള്ളിപ്പിച്ചിയുടെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് സെയിലിന് റെഡിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. വള്ളിപ്പിച്ചിയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഡക്ക് ഫീറ്റ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ്. പാസിഫ്ലോറ ഫാമിലിയിൽ പെടുന്ന ഒരു പ്ലാന്റാണിത്. 30 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ലോറോ പെറ്റലമാണ്. ലോറോ പെറ്റലത്തിൻ്റെ ചെറിയ സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വെർബീനയാണ്. വെർബീനയുടെ 2 കളേഴ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇതാണ് ആദ്യത്തേത്. ഒരു പിങ്ക് കളറാണ് പൂക്കൾക്ക് വരിക. നമുക്കിത് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ കഴിയുന്ന പ്ലാന്റാണ്. നാടൻ വെർബീന പ്ലാന്റാണിത്. വയലറ്റിൻ്റെ പ്ലാന്റ് സൈസ് ഇതായി കാണുന്നതാണ്. അപ്പോൾ വെർബീന പ്ലാന്റിന് ഒരു പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് വരിക. അടുത്തത് പ്ലെക്ട്രാന്തസ് പ്ലാന്റ് ആണ്. ഇതാണ് പ്ലെക്ട്രാന്തസിൻ്റെ പൂക്കൾ. ഒരു ലാവണ്ടർ കളറാണ് പൂക്കൾക്ക് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയായിരിക്കും റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് പാരിജാതത്തിൻ്റെ തൈകളാണ്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. നല്ല സ്മെല്ലുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് പാരിജാതം. ഇതിന് 70 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക ടെക്കോമ റെഡ് ആണ്. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ്. അപ്പോൾ ടെക്കോമ റെഡിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 120 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ശ്രീലങ്കൻ ജാസ്മിൻ ആണ്. ശ്രീലങ്കൻ ജാസ്മിൻ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. എപ്പോഴും ഇതുപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. വലിയ കെയറൊന്നും വേണ്ടാത്ത പ്ലാന്റാണ്. 80 രൂപയാണ് ശ്രീലങ്കൻ ജാസ്മിൻ്റെ റേറ്റ്. അടുത്തത് വരിക മിനിയേച്ചർ മുസാണ്ടയാണ്. മിനിയേച്ചർ മുസാണ്ടയും എപ്പോഴും ഇതുപോലെ ഫ്ലവർ തരും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. മിനിയേച്ചർ മുസാണ്ടയുടെ റേറ്റ് വരിക 70 രൂപയാണ്. അടുത്തത് ഈ ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഗ്രീനും വൈറ്റും ഒക്കെ ചേർന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. 100 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് മരമുല്ലയുടെ മിനിയേച്ചറാണ്. നമുക്കിത് ചട്ടിയിലൊക്കെ വളർത്താവുന്ന പ്ലാന്റാണ്. ചട്ടിയിൽ തന്നെ നിന്ന് നിറയെ പൂവിടുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ കാണുന്ന നാടൻ വെറൈറ്റി പോലെ ഒരുപാട് ഹൈറ്റിലേക്ക് പോവാതെ നമുക്ക് പോട്ടിലൊക്കെ നല്ല ബുഷിയായിട്ട് നിർത്താൻ കഴിയും. നാടൻ വെറൈറ്റി പോലെ തന്നെ പൂക്കൾക്ക് നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതായിരിക്കും അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള മരമുല്ലയുടെ മിനിയേച്ചർ വെറൈറ്റിക്ക് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ക്യാറ്റ്സ് ക്ലോ ആണ്. ഇപ്പോൾ ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ക്യാറ്റ്സ് ക്ലോ.
നല്ല ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഈ ഒരു സൈസാണ് പ്ലാന്റ് വരിക. ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. ഇതിൻ്റെ വലിയ സൈസ് പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അടുത്തത് ഒരു നാടൻ വെറൈറ്റി റോസാണ്. ഇതാണ് പൂക്കൾ. എല്ലാ പ്ലാന്റ്സിലും പൂക്കളില്ല. ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് വരിക. ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് കളറ് ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു റോസ് വെറൈറ്റിയാണ്. നമ്മൾ ഒരുപാട് തവണ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതാണ് പൂക്കൾ. വിടരുന്ന സമയത്ത് ഒരു വൈറ്റ് കളറും പിന്നീട് അത് കളറ് ചേഞ്ച് ചെയ്ത് പിങ്ക് കളറിലേക്ക് മാറും. ഈ ഒരു കളറിലേക്കായിരിക്കും ലാസ്റ്റ് വരിക. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇത് സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ചിട്ടാണ് ഈ ഒരു കളർ ചേഞ്ച് വരിക. അപ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാന്റ് ഇതാ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും. ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക ഈ ഒരു നാടൻ പനിനീർ റോസാണ്. ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു റോസ് വെറൈറ്റിയാണിത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ഗോൾഡൻ ഡെസ്മോഡിയമാണ്. ഗോൾഡൻ ഡെസ്മോഡിയത്തിൻ്റെ അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരിക. ഇതിൽ ചെറിയ സൈസ് പ്ലാന്റും നമുക്ക് സെയിലിനായിട്ടുണ്ട്. ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഹാങ്ങിങ് വിങ്കയുടെ ഈ ഒരു വെറൈറ്റിയാണ്. നമുക്ക് പൂക്കളാവുന്ന മുറയ്ക്കാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. ഈ ഒരു കളറിലുള്ള പൂക്കൾ വിരിയുന്ന പ്ലാന്റാണ് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. ഹാങ്ങിങ് വിങ്കയുടെ വെറൈറ്റിയാണ്. അടുത്തത് സ്ലീപ്പിംഗ് അരേലിയാണ്. സ്ലീപ്പിംഗ് അരേലിയയുടെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. നോർമൽ അരേലിയ പോലെയല്ല. ഇതിൻ്റെ ലീഫ് എപ്പോഴും ഇങ്ങനെ ചുരുണ്ടാണ് നിൽക്കുക. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. 50 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്തത് വരിക ബാർലേറിയ വൈറ്റ് ആണ്. നല്ല തൂവെള്ള നിറത്തിൽ പൂവിടുന്ന പ്ലാന്റ് ആണ് ബാർലേറിയ. ബാർലേറിയയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ ഒരു വൈറ്റ് കളറാണ്. 40 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അടുത്ത പ്ലാന്റ് വരിക പനാമ റോസിൻ്റെ ഈ ഒരു പിങ്കാണ്. ഇത് നമുക്ക് നിലത്തോ അതല്ലെങ്കിൽ ചട്ടിയിലോ വളർത്താവുന്ന പ്ലാന്റ് ആണ്. എപ്പോഴും പൂക്കളിടുന്ന ഒരു പ്ലാന്റാണിത്. 60 രൂപയാണ് പനാമ റോസിൻ്റെ റേറ്റ് വരിക. അടുത്തത് സാറ്റൻ പോത്തോസ് ആണ്. പോത്തോസ് വെറൈറ്റിയിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണിത്. ഇതാണ് പ്ലാന്റ് സൈസ്. ലീഫ് നല്ല വലുപ്പം വയ്ക്കുന്ന ടൈപ്പാണ്. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് മെലസ്റ്റോമയാണ്. മെലസ്റ്റോമയുടെ വയലറ്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസ് വരുന്ന പ്ലാന്റ് ആണ്. പൂക്കൾ ഇട്ട് തുടങ്ങിയ സൈസിലുള്ള പ്ലാന്റ് അല്ല, ചെറിയ സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. മെലസ്റ്റോമ വയലറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരിക ഹൈബ്രിഡ് ചെമ്പരത്തിയുടെ 3 കളേഴ്സാണ്. ആദ്യത്തേത് ഈ ഒരു യെല്ലോ കളറാണ്. നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഈ ഒരു വെറൈറ്റിക്ക് ഉണ്ടാവുക. ഇതാണ് ആദ്യത്തെ കളറ്. രണ്ടാമത്തേത് ഒരു ഡബിൾ ഷെയ്ഡ് റെഡും അതുപോലെ ഒരു ഡാർക്ക് യെല്ലോ കളറൂടെയാണ് പൂക്കൾക്ക് വരിക. ഇതാണ് പ്ലാന്റ് സൈസ്. മൂന്നാമത്തെ കളറ് വരിക റെഡാണ്. നല്ല ഡാർക്ക് റെഡ് കളറാണ് പൂക്കൾക്ക്. ഈ 3 കളേഴ്സാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് കളേഴ്സ് ഉണ്ട്. പൂക്കൾ വിരിയുന്നതനുസരിച്ചിട്ടാണ് നമ്മളിത് കളറ് സെലക്ട് ചെയ്ത് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈബ്രിഡ് ഹിബിസ്കസിന് 70 രൂപ വീതമാണ് റേറ്റ് വരിക. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ പ്ലാന്റ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടോ അതല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ പേരോ അയച്ചു തന്നാൽ മതി. നമ്മൾ DTDC വഴി മാത്രമാണ് പ്ലാന്റ്സ് അയക്കുക. സ്പീഡ് പോസ്റ്റ് അവൈലബിൾ അല്ല. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ. പുതിയ പ്ലാന്റ്സുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.